So the next question is, reduce the equation for theta. Theta means the angle between the incident photon and the recoil electron in terms of phi. Phi is the angle between the incident and scattered photons. So in terms of phi and nu in Compton effect. And also get the inverse equation. That means equation for phi in terms of theta and nu. അപ്പോൾ ഇത് നമ്മളിതിൻ്റെ ഒരു ഡെറിവേഷൻ ഇവിടെ ചെയ്യാണ്. ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസിലും ചിലപ്പോൾ തീറ്റ തന്നിട്ട് ഫൈ ചോദിക്കാം, ഫൈ തന്നിട്ട് തീറ്റ ചോദിക്കാം. അപ്പോഴൊക്കെ ഇക്വേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ഒരു ഫോട്ടോൺ ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ, ഒരു ഇലക്ട്രോൺ ഹിറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോൺ സ്കാറ്റർ ചെയ്ത് പോയി. ആംഗിൾ ഓഫ് സ്കാറ്ററിങ് ഓഫ് ദി ഫോട്ടോൺ, angle made by the scattered photon with respect to incident photon is phi, and angle made by the recoil electron with respect to incident photon is theta. ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഒരു ആംഗിൾ അറിയാമെങ്കിൽ, ഒരു ആംഗിളും ഫ്രീക്വൻസി, ഇൻസിഡന്റ് ഫോട്ടോണിന്റെ ഫ്രീക്വൻസി അറിയാമെങ്കിൽ മറ്റേ ആംഗിൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി കോംപ്റ്റൺ ഇഫക്റ്റ് പറഞ്ഞപ്പോൾ യൂസ് ചെയ്ത് ഇക്വേഷൻ നമ്പർ 4 and 5 അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പി സി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ പ്രൈം കോസ് ഫൈ. അതുപോലെ പി സി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ പ്രൈം സൈൻ ഫൈ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ യൂസ് ചെയ്യും. ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യും. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ, നമ്മൾ ജസ്റ്റ് പി സ്ക്വയർ സി സ്ക്വയറിന്റെ വാല്യൂക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ വേവ് ലെങ്ത് ലേക്ക് മാറ്റുന്നതിന് മുമ്പ് ഒരു ഇക്വേഷൻ എഴുതിയിരുന്നു. 2m c സ്ക്വയർ 2m0 c സ്ക്വയർ h ന്യൂ മൈനസ് h ന്യൂ പ്രൈം ഇസ് ഈക്വൽ ടു 2h ന്യൂ പ്രൈം 1 മൈനസ് കോസ് ഫൈ. ഈ ഇക്വേഷന് നമ്മൾ ഇതിൻ്റെ ഡെറിവേഷനിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ നമ്പർ 4 and 5 എഴുതുക. പി സി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ പ്രൈം കോസ് ഫൈ. പി സി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ പ്രൈം സൈൻ ഫൈ. അപ്പോൾ നമ്മൾ ഡിവൈഡിങ് ദിസ് വി വിൽ ഗെറ്റ് പി സി സൈൻ കോസ് തീറ്റയാണ്, പി സി സൈൻ തീറ്റയാണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ പി സി കട്ട് ചെയ്ത് പോകും. കോഡ് തീറ്റ ഇസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ പ്രൈം കോസ് ഫൈ ഡിവൈഡഡ് ബൈ എച്ച് ന്യൂ പ്രൈം സൈൻ ഫൈ. എച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ മൈനസ് ന്യൂ പ്രൈം കോസ് ഫൈ ഡിവൈഡഡ് ബൈ ന്യൂ പ്രൈം സൈൻ ഫൈ. അപ്പൊ ന്യൂ തന്നിട്ടുണ്ടാവും ഇൻസിഡന്റ് ഫോട്ടോണിന്റെ ഫ്രീക്വൻസി. ന്യൂ പ്രൈം എന്ന് പറഞ്ഞാൽ സ്കാറ്റേർഡ് ഫോട്ടോണിന്റെ ഫ്രീക്വൻസിയാണ്. ഒന്നുകിൽ സ്കാറ്റേർഡ് ഫോട്ടോണിന്റെ ഫ്രീക്വൻസി കാണാം, നമുക്ക് കണ്ടുപിടിച്ചിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ അതിനേക്കാളും എളുപ്പമുള്ള മെത്തേഡ് നമുക്ക് ന്യൂ പ്രൈമിന് ന്യൂവിന്റെ ടേമിൽ നിന്ന് എഴുതാൻ നോക്കാം. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് അത് ചെയ്യുക. 2m0 c സ്ക്വയർ h ന്യൂ മൈനസ് h ന്യൂ പ്രൈം ഇസ് ഈക്വൽ ടു 2h ന്യൂ പ്രൈം 1 മൈനസ് കോസ് ഫൈ. അപ്പൊ അവിടെ നിന്ന് എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ പ്രൈം 2m0 c സ്ക്വയർ റൈറ്റിലേക്ക് എടുക്കുക. എച്ച് ന്യൂ ഇൻറ്റു എച്ച് ന്യൂ പ്രൈം 1 മൈനസ് കോസ് ഫൈ ഡിവൈഡഡ് ബൈ m0 c സ്ക്വയർ. 2 കട്ട് ചെയ്ത് പോയി. സോ എച്ച് ന്യൂ ക്യാൻ ബി റിട്ടേൺ ആസ് എച്ച് ന്യൂ പ്രൈം should be taken to the right side. h nu can be written as h nu prime plus h nu prime by m0 c square into 1 minus cos phi. h nu prime ഇതിൽ കോമൺ ഫാക്ടർ ആണ്. h nu prime into 1 plus h nu by m0 c square into 1 minus cos phi എന്ന് എഴുതാം. അപ്പൊ ഇതിന് നമ്മുടെ ഈ കൊടുത്തിട്ടയുടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം. അപ്പോൾ എച്ച് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. എച്ച് രണ്ടു ഭാഗത്തും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഈക്വൽ ടു ന്യൂ പ്രൈം ഇൻറ്റു 1 പ്ലസ് എച്ച് ന്യൂ ബൈ m0 c സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ എന്ന് വരും. അപ്പോൾ അത് ഇതിൻ്റെ വാല്യൂ ഇവിടെ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂവിന് പകരം ന്യൂ പ്രൈം ഇൻറ്റു 1 പ്ലസ് എച്ച് ന്യൂ ബൈ m0 c സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് ഫൈ മൈനസ് ന്യൂ പ്രൈം കോസ് ഫൈ ഡിവൈഡഡ് ബൈ ന്യൂ പ്രൈം സൈൻ ഫൈ. അപ്പം ന്യൂ പ്രൈം എല്ലാ ടേമിലും ഉണ്ട്.
ഇപ്പോൾ ന്യൂ പ്രൈം ഒരു കോമൺ ഫാക്ടറാണ്, അത് കട്ട് ചെയ്യും. ന്യൂമറേറ്ററിലുണ്ട് ഡിനോമിനേറ്ററിലുണ്ട്. 1 + h nu by m0 c square into 1 minus cos phi minus cos phi. അപ്പോൾ ഇവിടെ 1 minus cos phi ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു 1 minus cos phi ഉണ്ട്. അപ്പോൾ രണ്ടിലും 1 minus cos phi കോമൺ ഫാക്ടറാണ്. ഡിനോമിനേറ്ററിൽ sin phi ഉണ്ട്. അപ്പോൾ cot theta 1 minus cos phi കോമൺ ഫാക്ടറാണ്. cot theta is equal to 1 minus cos phi into 1 plus h nu by m0 c square divided by sin phi എന്ന് എഴുതാം. അപ്പോൾ ഇതൊന്ന് നേരിട്ട് വേണമെങ്കിൽ നമുക്ക് തീറ്റ ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഓഫ് ദിസ് കണ്ടുപിടിക്കാം. കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ട്രിഗ്നോമെട്രി വെച്ചിട്ട് അറിയാം. 1 മൈനസ് കോസ് ഫൈ എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് 2π/2 1 മൈനസ് കോസ് 2a നമുക്ക് 2 സൈൻ സ്ക്വയർ π/2 എന്ന് എഴുതാം. അതുപോലെ സൈൻ ഫൈന് സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ ടേമിൽ സൈൻ 2π/2 ആണ്. അതിന് 2 സൈൻ 5/2 കോസ് 5/2 എന്ന് എഴുതാം. അപ്പം അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് 2ഉം സൈൻ 5/2ഉം കട്ട് ചെയ്ത് പോവും. അപ്പോൾ സൈൻ ബൈ കോസ് ഉണ്ടാവുക, പിന്നെ അവിടെ ടാൻ 5/2 ഇൻറ്റു 1 പ്ലസ് h nu by m0 c square എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കും. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് കോട്ട് ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് h nu by m0 c square ഇൻറ്റു ടാൻ 5/2. അപ്പോൾ നമുക്ക് 5 തന്നു കഴിഞ്ഞാൽ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കാം? പക്ഷെ കാൽക്കുലേറ്ററിൽ കോട്ടിന് ഓപ്ഷൻ ഉണ്ട്, കോട്ട് ഇൻവേഴ്സിന് ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, കോട്ട് തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് തീറ്റയുടെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/tan 5/2 ഇൻറ്റു 1 പ്ലസ് h nu by m0 c square ആണ്. 1/tan 5/2 നമുക്ക് കോട്ട് 5/2 എന്ന് എഴുതാം. കോട്ട് 5/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് h nu by m0 c square. അപ്പോൾ അതാണ് ടാൻ തീറ്റ. അപ്പോൾ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് കോട്ട് 5/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് h nu by m0 c square എന്ന് കിട്ടും. സോ ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ തീറ്റ ഇൻ ടേംസ് ഓഫ് ഫൈ. അപ്പോൾ ഫൈ തന്നു കഴിഞ്ഞാൽ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ സോ ഫൈ അറിയണം, അതുപോലെ 1 പ്ലസ് h nu by m0 c square ന്യൂ അറിയണം. ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ്. സോ വൺസ് ഫൈ ആൻഡ് ന്യൂ ആർ ഗിവൺ വി ക്യാൻ ഫൈൻഡ് തീറ്റ. അപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ ഇൻവേഴ്സ് റിലേഷൻ കണ്ടുപിടിക്കാനും എളുപ്പമാണ്. ടാൻ 5/2 നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1 എന്ന് നമുക്ക് ടാൻ 5/2 എന്ന് പറയുന്നത് കോട്ട് തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് h nu by m0 c square എന്ന് കിട്ടും. അപ്പോൾ 5/2 എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് കോട്ട് തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് h nu by m0 c square. ഓക്കെ, അപ്പോൾ അത് 5/2 ആണ്. അപ്പോൾ 5 എന്ന് പറയുന്നത് 2 ടാൻ ഇൻവേഴ്സ് കോട്ട് തീറ്റ ബൈ 1 പ്ലസ് h nu by m0 c square. സോ ഇങ്ങനെയാണ് നമ്മൾ തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ 5 കണ്ടുപിടിക്കുക. 5 തന്നിട്ടുണ്ടെങ്കിൽ ആ തീറ്റ നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ പ്രോബ്ലത്തിലൊക്കെ ചിലപ്പോൾ ന്യൂവും തീറ്റയും തന്നിട്ട് 5 ചോദിക്കാം. അതുപോലെ 5ഉം ന്യൂവും തന്നിട്ട് തീറ്റ ചോദിക്കാം. 5 is the angle between the incident and scattered photons. Theta is the angle between the incident photon and the recoil electron. So this is how you find the relation between theta and phi. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 3 പ്രോബ്ലംസും കൂടെ തന്നിരുന്നു, സിമ്പിൾ പ്രോബ്ലംസ് ആണ്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു.